ഗുഡ് മോർണിംഗ് വിയോസ്. ഇന്നിപ്പം 14th ജൂണിലായി. ഞാൻ ഇന്നത്തെ നിഫ്റ്റി ഇന്നലത്തെ ഒരു കണ്ടിന്യൂസ് ഫോൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പം ലാസ്റ്റിൽ വന്നത് 25,041 വരെ നിഫ്റ്റി ഫ്യൂച്ചർ പ്രൈസ് വന്നിരുന്നു. പിന്നെ ഇമ്മീഡിയറ്റ്ലി അവിടുന്ന് റിക്കവർ ചെയ്ത് 25,127 വരെ ട്രേഡ് ചെയ്യുന്നുണ്ട് പോയി അത്. സോ ബേസിക്കലി ഞാനിന്ന് കാണുന്ന ലെവല് ഒരു 25,015 താഴെ ഇന്ന് നിഫ്റ്റി പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം അവിടെ സപ്പോർട്ട് കാണുന്നുണ്ട്. സോ അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ദെൻ ഇറ്റ് മേ ഗോ ആൻഡ് ടച്ച് 25,000. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ലൈക്ലി. 25,015 താഴത്ത് പോകാനുള്ള ചാൻസസ് കുറവായിട്ടാണ് കാണുന്നത്. സോ എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് എ ബൈ നിഫ്റ്റി. ഇന്ന് ഞാൻ ഐ വിൽ ബി എ ബയർ. കാരണം വെച്ചാൽ എനിക്കെല്ലാം അതിൻ്റെ സ്ട്രെങ്ത് നോക്കുന്ന സമയത്ത് നിഫ്റ്റി ലോങ്ങിലൊരു ബൈ ആയിട്ടാണ് ഞാൻ കാണുന്നത്. സോ ഡെഫിനറ്റ്ലി ഈ ലെവൽസിലൊക്കെ നിഫ്റ്റി ബൈ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്നത്തെ ഇൻട്രാഡേ ട്രേഡിൽ ഞാൻ കാണുന്ന ഒരു ട്രേഡ്, ഇൻട്രാഡേ നിങ്ങൾ എടുക്കുന്നുണ്ട് സ്ട്രിക്ട്ലി ഇൻട്രാഡേ പറയാന്ന് വെച്ചാൽ സംവെയർ അറൗണ്ട് 25,000 ആൻഡ് 25,300 ആ ലെവലാണ് ഞാൻ ഇൻട്രാഡേ കാണുന്നത്. സോ 25,040 ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ബൈ ഫോർ എ ഇൻട്രാഡേ ട്രേഡിൽ ഞാനൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. എനിവേ ഇത് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ്. ഇറ്റ് മേ ഗോ റോങ് ഓൾസോ. പിന്നെ ഇന്നത്തെ ചില സ്റ്റോക്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ന്യൂ ന്യൂ ലാൻഡ് ലാബ് എന്ന് പറഞ്ഞൊരു കമ്പനി. സോ ദാറ്റ് സ്റ്റോക്ക് ഞങ്ങൾ വാച്ച് ചെയ്യുക. ഇതിപ്പം അത് ചെയ്യുന്നത് ഫാമ ഒരു ബൾക്ക് ഡ്രഗ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ്. അത് 13,407 ചെയ്യുന്നത് ഇപ്പോൾ ട്രേഡിങ് ചെയ്യുന്നത്. സോ ആക്ച്വലി ആ സ്റ്റോക്ക് ഇറ്റ് ഹാസ് ഗോൺ അപ് ടു 18,000 വരെ അത് പോയിട്ടുണ്ട്. ആ സ്റ്റോക്ക് അതിൻ്റെ ഹൈ പോയത്. സോ ഇഫ് യു ഇന്ന് ഇൻട്രാഡേയിൽ ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ്. പക്ഷേ ക്യാഷ് സ്റ്റോക്ക് അത്. സോ കറണ്ട്ലി ഇറ്റ്സ് ട്രേഡിങ് സംവെയർ അറൗണ്ട് 13,000 അബവ്. ന്യൂ ലാബ് നിങ്ങളത് വാച്ച് ചെയ്യുന്ന സ്റ്റോക്ക് നന്നായിരിക്കും. പിന്നെ ഇന്ന് കുറച്ചൊരു അട്രാക്റ്റീവായി എനിക്ക് തോന്നുന്നത് സീൻ്റെ സ്റ്റോക്ക്, സീ എൻ്റർടൈൻമെൻറ്റ്. നിങ്ങളതൊന്ന് വാച്ച് ചെയ്യുക. സോ അതും ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 140-145 റേഞ്ചിൽ ഹോവർ ചെയ്യുന്നുണ്ട് സീ എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ഞാൻ കാണുന്നൊരു ഒരു ഒരു ഷോർട്ട് ടേം ആയിട്ട് ഇന്നിപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ കറണ്ട് മൊമെന്റിൽ ഞാൻ കാണുന്ന HCL ടെക്നോളജിയാണ്. എസ് സി എൽ ഇപ്പോൾ 1,600 റേഞ്ചിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേം ഞാൻ പറയുന്നത് നോട്ട് ഒരു 1 or 2 days. ഇതിപ്പോൾ ഇവരുടെ റിസൾട്ടൊക്കെ വരുന്ന IT റിസൾട്ട് വരുന്ന മോശം. അതുപോലെ TCSൻ്റെ പറഞ്ഞാൽ TCS 3,234 ട്രേഡ് ചെയ്യുന്നു. TCS ഷുഡ് കം സംവെയർ അറൗണ്ട് ഒരു 200 രൂപയുടെ കുറയണം. ആ സമയത്താണ് കുറച്ചും കൂടി സേഫായിട്ട് എനിക്ക് തോന്നുന്നത് TCSനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ. അതുപോലെ ഗാർഡൻ റീച്ച് ഞാൻ ഇന്ന് ഇൻട്രോഡക്റ്റ് ചെയ്യാൻ ഗാർഡൻ റീച്ച് ഒരു സെല്ലായിട്ട് എനിക്ക് തോന്നുന്നത്. സോ ഗാർഡൻ റീച്ച് ലോങ് ടേമിൽ നല്ല സ്റ്റോക്കിനാണ്. ഇഫ് യു ഗെറ്റ് സംവെയർ അറൗണ്ട് 1,200 ആ ലെവലിലൊക്കെ ഗാർഡൻ റീച്ച് നല്ലൊരു ബൈ തന്നെയാണ്. പക്ഷേ അത് എപ്പോഴാത് വരുമോ എന്നുള്ള കാര്യം വി ഡോണ്ട് നോ. ഗാർഡൻ റീച്ച് ദാറ്റ് ഈസ് അനദർ ഗുഡ് സ്റ്റോക്സ്. പിന്നെ വേറെ സ്റ്റോക്ക് ഞാനിന്ന് കാണുന്ന ഇൻട്രോഡേ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് കാസ്ട്രോൾ ആണ്. കാസ്ട്രോൾ ഇന്ത്യ ഈസ് എ ഗുഡ് സ്റ്റോക്ക്. കാസ്ട്രോൾ ഓൾസോ യു ക്യാൻ വാച്ച് ദി സ്റ്റോക്ക് കാസ്ട്രോൾ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓൾ സ്റ്റോക്സ് ഇന്ന് വലിയൊരു മൂവ് ഞാൻ കാണുന്നതാണ്. ഡിവിസ് ലാബറട്ടറീസ് ഇന്ന് കുറച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അഗെയിൻ ഡിവിസ് ലാബറട്ടറീസ് കുറച്ചും കൂടി കറക്റ്റ് ചെയ്യണം. പിന്നെ അഡാനി ഗ്രൂപ്പ്സിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ അഡാനി ഗ്രീൻ എനർജി നന്നായി ചെയ്തിട്ടുണ്ട്. അഡാനി ഗ്രീൻ എനർജി 1,021 വരെ ട്രേഡിങ്ങിൽ പോയിട്ടുണ്ട് അഡാനിയിട്ട്. അതുപോലെ വേറെ സ്റ്റോക്ക് വന്നു വെച്ചാൽ അഡാനി പവറും 615 നിന്ന് ട്രേഡ് ചെയ്യുന്ന കാണുന്നുണ്ട്. അപ്പോൾ മെയിൻലി മാർക്കറ്റിനായി നിഫ്റ്റീനെ പുൾ ഡൗൺ ചെയ്ത് നിഫ്റ്റീൻ്റെ കറക്ഷൻ ഉണ്ടാകുന്ന പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് ഈ TCS, ഇൻഫി, HCL, വിപ്രോ എല്ലാം IT പാക്സ് ആണ് മാർക്കറ്റിന് ഇത്ര പുൾ. അല്ലാണ്ട് നോക്കുക വെച്ചാൽ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക്, ICICI ബാങ്ക്, HDFC അല്ലെങ്കിൽ റിലയൻസ് ഇതൊന്നും അത്ര കറക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ മെയിൻലി TCS, ഇൻഫിയൊക്കെ ഇന്ന് മാർക്കറ്റിനെ ശരിക്കും പുള്ളിയാണ്. അതിൽ ഭാരതിയും 2,000 രൂപ പോലെ ഭാരതി ഇപ്പം 1,900 ചെയ്യുന്നത്. പിന്നെ ഓട്ടോ സെക്ടറിൽ പറയുന്നത് വെച്ചാൽ മാരുതി നിന്ന് കുറച്ച് ഡൗൺ ആണ്. പക്ഷേ മഹീന്ദ്ര ഇസ് അഗൈൻ 3,093. മഹീന്ദ്ര അബൌട്ട് 3,000 ചെയ്യുന്ന ഓൾവേസ് ഗുഡ്. ഇതൊക്കെയാണ് ഇന്ന് സ്റ്റോക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ നമുക്ക് വാച്ച് ചെയ്യാം മാർക്കറ്റ് എങ്ങനെ പോകുന്നത്. സോ നിഫ്റ്റി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കുറയുന്നുള്ള കാര്യം. നിഫ്റ്റി ഐ തിങ്ക് ഇറ്റ് വിൽ ഹോൾഡ് 25,001 ഹോൾഡ് ചെയ്യാൻ സാധ്യത.
So thank you very much for being my channel. Please do subscribe my channel and support my channel. Have a nice day.